ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മൾ റിവിഷൻ പ്ലാനുമായി മുന്നോട്ട്. ഇന്ന് 4ാമത്തെ ദിവസം. ആദ്യ 2 ദിവസങ്ങളിൽ പൊതുവിജ്ഞാന ഭാഗത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1000 ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ കൂടുതലും സയൻസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ സയൻസിലേക്ക് കടന്നു. ഇന്നലെ കെമിസ്ട്രി ഫുൾ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ ബയോളജി, നമ്മുടെ സിലബസിൽ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും രണ്ടും കൂടി 7 ചാപ്റ്റർ ആണ്. ഈ 7 ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യത്തെ 5 മാർക്കിന് വേണ്ടി ബയോളജി മാത്രം തിരഞ്ഞെടുത്തുള്ള ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതില് PYQ ഉണ്ട്, SCERT പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉണ്ട്. ഇവ എന്തായാലും കണക്ട് ചെയ്തായിരിക്കും നിങ്ങൾക്ക് പ്രസ്താവനകൾ ഉണ്ടാവുക. അതായത് ഇപ്പൊ പല കാര്യങ്ങളിൽ, ഇപ്പൊ ആരോഗ്യശാസ്ത്രത്തിലോട്ട് വരികയാണെങ്കിൽ ജീവകം, അപര്യാപ്തത രോഗങ്ങൾ പലത് തന്നിട്ട് ചേരുംപടി ചേർക്കുക, അതല്ലെങ്കിൽ ശരിയായ ജോഡി തെറ്റായ ജോഡി കണ്ടെത്തുക. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പ്രസ്താവനകൾ ഉണ്ടാവുക. ഈ വീഡിയോ പൂർണ്ണമായും കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രസ്താവന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുടെ 5 മാർക്കും നേടാൻ സാധിക്കും. അപ്പോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കൂടുതൽ റീച്ചിലേക്ക് എത്താൻ സഹായിക്കുക. അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ നൽകുന്ന പ്രചോദനം, നിങ്ങൾ നൽകുന്ന ലൈക്ക്, അതാണ് എൻ്റെ ഒരു സപ്പോർട്ട്. ആദ്യ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഏറ്റവും വലിയ അവയവം ചർമ്മം അഥവാ ത്വക്ക്. രക്തം പമ്പ് ചെയ്യുന്ന അവയവം. രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് ഹൃദയം, മനുഷ്യനിലെ പമ്പിംഗ് ഓർഗൻ. മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് പറയുന്നത് എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 100 ചോദ്യം കഴിയുമ്പോൾ പിന്നീട് ഓരോ അവയവമായിട്ട് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. തലച്ചോറ്, അതുപോലെ തന്നെ ഹൃദയം, വൃക്ക, രക്തം, അസ്ഥി, പല്ല്, അങ്ങനെ ഓരോന്നായിട്ട് വേറെ വേറെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. അപ്പോൾ ചെറിയ വ്യത്യാസമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്, ഗ്രന്ഥി കരൾ. രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്, ബോൺ മാരോ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഫാരൻഹീറ്റ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന അസ്ഥിയാണ്. ചെവിക്കുള്ളിൽ 3 അസ്ഥികളുണ്ട്: മിസ്, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ, വലിയ അസ്ഥി ഫീമർ. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മ എന്നറിയപ്പെടുന്നു. രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഹീമോഗ്ലോബിൻ, HB. മനുഷ്യ ശരീരത്തിലെ നിയന്ത്രണ കേന്ദ്രം. നമുക്കറിയാം, നമ്മുടെ മസ്തിഷ്കമാണ് എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ തന്നെ ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്. മൂത്രം നിർമ്മിക്കപ്പെടുന്നത് വൃക്കയിലാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണ. ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം പലതവണ ചോദിച്ചിട്ടുണ്ട്, 7.4.
ശരീരത്തിൽ ഏറ്റവും ശക്തമായ പേശി താടി പേശി. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യ ശരീരത്തിന്റെ ഹൃദയത്തിന് 4 അറകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോർട്ട. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്ഫിഗ്മോ മാനോമീറ്റർ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. ഇവിടെ 2 കാര്യവും കൂടെ പറയാം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് പെരികാർഡിയം, അതുപോലെ തന്നെ തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് മെനിഞ്ചസ്. അത് 3ഉം ഓർത്തു വയ്ക്കുക. ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. മൂത്രം നിർമ്മിക്കപ്പെടുന്നത് വൃക്ക. ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ പ്രധാന ജോലി രോഗപ്രതിരോധം. മനുഷ്യന്റെ സാധാരണ നാഡീസ്പന്ദന നിരക്ക് 72 പെർ മിനിറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡകോശം. വലിയ അസ്ഥിയല്ല, വലിയ കോശം അണ്ഡകോശം. നീളം കൂടിയ കോശം നാഡീകോശം. ശരീരത്തിന്റെ രാസഫാക്ടറി എന്നറിയപ്പെടുന്നത് കരൾ. ദഹനത്തിന് സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. മനുഷ്യ രക്തത്തിന്റെ ചുവന്ന നിറത്തിന് കാരണം ഹീമോഗ്ലോബിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് 65%. ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഹൈപ്പോക്സിയ. ശരീരത്തിലെ ജീവന്റെ നദി രക്തം. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം ഏകദേശം എത്ര? ഏകദേശം 300 ഗ്രാം. ശ്വാസോച്ഛ്വാസത്തിന്റെ നിയന്ത്രണം എവിടെയാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമ്മുടെ നിയന്ത്രണമില്ലാത്ത അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. മനുഷ്യന്റെ നോർമൽ ആയിട്ടുള്ള BP, സാധാരണ രക്തസമ്മർദ്ദം 120/80. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം പല്ലിന്റെ ഇനാമൽ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയാറുള്ളത് പോലെ ഒരു പ്രസ്താവന ചോദ്യം നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാം. വൈറ്റമിൻ എ അപര്യാപ്തത രോഗം നിശാന്തത. വൈറ്റമിൻ ബി ബെറിബെറി. വൈറ്റമിൻ സി സ്കർവി. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അഥവാ കണ. ഇത് ചേരുംപടി ചേർക്കാനോ ശരിയായ ജോഡിക്കോ ഒക്കെ ഒരു ചോദ്യം വരാം. വൈറ്റമിൻ എയുടെ കുറവ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്നത് വൃക്കയിലാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ സംരക്ഷണ പാളി മെനിഞ്ചസ്. ശരീരത്തിലെ ആപത്കാല ഹോർമോൺ അഡ്രിനാലിൻ. എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കും. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. അതുകൊണ്ട് തന്നെയാണ് മദ്യം ബാധിക്കുന്ന ശരീരത്തിന്റെ ഭാഗം സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകൾ 12 ജോഡി. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O നെഗറ്റീവ്. സാർവത്രിക സ്വീകർത്താവ് AB പോസിറ്റീവ്. കണ്ണിലെ വെളിച്ച സെൻസിറ്റീവ് ഭാഗം റെറ്റിന. ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡാണ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറിയാണ്. ഓരോന്നും ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്രവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രോട്ടീന്റെ ദഹനം സഹായിക്കാൻ.
ശരീരത്തിന്റെ ഫിൽട്ടർ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം 20, സ്ഥിരദന്തങ്ങൾ 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ നമ്മൾ പറഞ്ഞു അയാർട്ട. ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളാണ് ക്യാപ്പിലറികൾ. ലോമിക എന്ന് മലയാളം പറയും. മനുഷ്യ ശരീരത്തിൽ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ലാരിങ്സ് അഥവാ ശബ്ദപ്പെട്ടി. ഇന്നലെ ആരോ എന്റെ ശബ്ദത്തിന്റെ കമന്റ് ചെയ്തു, ഇത്തിരി സങ്കടം വന്നു. കാര്യമൊന്നുമല്ല, നോർമൽ ശബ്ദമുള്ള അത്യാവശ്യം നന്നായി പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. തൈറോയിഡ് സർജറിക്ക് ഈ ലാരിങ്സ് അഥവാ വോക്കൽ കോഡ് പാരലൈസ് ആയതുകൊണ്ടാണ് ശബ്ദത്തിന് പ്രശ്നം. ശരീരത്തിൽ കാൽസ്യം കൂടുതലായി കാണപ്പെടുന്നത് അസ്ഥികളിലും പല്ലുകളിലും. മനുഷ്യന്റെ രക്തചംക്രമണം കണ്ടെത്തിയ വ്യക്തി വില്യം ഹാർവേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര വീനക്കാവ. കണ്ണിന്റെ നിറം നിശ്ചയിക്കുന്ന ഭാഗം ഐറിസ്. കണ്ണിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നത് പ്യൂപ്പിൾ വഴിയാണ്, കൃഷ്ണമണി. കേൾവിക്കായി സഹായിക്കുന്ന അവയവം ചെവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി, ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം, ഏറ്റവും വലിയ നാഡി സയാറ്റിക് നാഡി. ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്ന കോശങ്ങൾ നാഡീകോശങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ DNA കാണപ്പെടുന്നത് ന്യൂക്ലിയസിൽ. ശരീരത്തിലെ ഊർജ നാണയം, കറൻസി, എനർജി കറൻസി എന്നറിയപ്പെടുന്നതാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. മനുഷ്യന്റെ ഹൃദയം ഇടിക്കുന്നത് 72 പെർ മിനിറ്റ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ K. ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫാറ്റിക് അവയവമാണ് പ്ലീഹ, സ്പ്ലീൻ. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് വായയിലാണ്, അവസാനിക്കുന്നത് ചെറുകുടൽ. നാവിലൂടെ തിരിച്ചറിയാൻ കഴിയാത്ത രുചി കാരരുചി. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തര അവയവം കരൾ. അത് നമ്മൾ പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം, എല്ലുകളിലും പല്ലുകളിലും. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. മനുഷ്യന്റെ സാധാരണ ശ്വസന നിരക്ക് 12 മുതൽ 20 ഒരു മിനിറ്റിലാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ സന്ധി മുട്ടിലെ സന്ധി. ശരീരത്തിലെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ്. പേശികളെ അസ്ഥികളോട് ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തമ്മിൽ അസ്ഥികളെ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്. പേശിയും അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ. രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കോൾ ലാൻസ്റ്റെയ്നർ. രക്തചംക്രമണം വില്യം ഹാർവേ. മനുഷ്യന്റെ സാധാരണ ഹീമോഗ്ലോബിൻ അളവ് പുരുഷനിൽ 13-18. ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നത് WBC. ജീവന്റെ ദ്രാവകം ജലം. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രക്തമടങ്ങിയിരിക്കുന്ന അവയവവും കരൾ. രക്തത്തിലെ വെളുത്ത രക്താണുക്കളുടെ ആയുസ് ഏതാനും മണിക്കൂർ. ചുവന്ന രക്താണുക്കൾ 120 ദിവസം. മനുഷ്യ ശരീരത്തിലെ ക്രോമസോം 23 ജോഡി. മനുഷ്യ ശരീരത്തിലെ ജൈവ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോസ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയും ഭാവവും നിലനിർത്താൻ സഹായിക്കുന്ന ഘടകം സെറിബെല്ലം. നഖങ്ങളിലും മുടിയിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കെരാറ്റിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഏറ്റവും വലിയ ശ്വേതരക്താണു പറഞ്ഞതാണ് മോണോസൈറ്റ്. മനുഷ്യ ശരീരത്തില് വിറ്റമിൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന സൂര്യപ്രകാശ വിറ്റമിൻ D. ശരീരത്തിലെ ജൈവഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥി.
ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി. പഞ്ചസാരയുടെ അളവ് കൂടുതലാകുന്ന രോഗം ഡയബറ്റിസ്. ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാര ഘടകം കാർബോഹൈഡ്രേറ്റ്. മനുഷ്യ ശരീരത്തിൽ ശ്വാസവിനിമയം നടക്കുന്നത് ആൽവിയോളെ വഴി. ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം. വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന അവയവം കരൾ. ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രാവകം ജലമാണ്. ജീവന്റെ നദി മനുഷ്യ ശരീരത്തിൽ രക്തമാണ്. ഏറ്റവും വലിയ ധമനി അയോർട്ട. ഏറ്റവും വലിയ സിര വീനക്കാവ. ഗ്ലൂക്കോസിന്റെ അളവ് നോർമൽ ആണെങ്കിൽ 70-110. ശരീരത്തിൽ ഓക്സിജൻ ശേഖരിക്കാൻ സഹായിക്കുന്ന പേശി പദാർത്ഥമാണ് മയോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. ശരീരത്തിൽ ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം ചർമ്മം. രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥ സയനോസിസ്. നീല നിറം കാണപ്പെടുവാണെങ്കിൽ നോർമലി അതിനെ ഹൈപ്പോക്സിയ എന്ന് പറയും. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം ആഗിരണം ചെയ്യപ്പെടുന്ന പ്രധാന ഭാഗം ചെറുകുടൽ. ഏറ്റവും നീളം കൂടിയ അസ്ഥി അല്ലെങ്കിൽ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. ഏറ്റവും ചെറിയ പേശി സ്റ്റെബീഡിയസ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റെപ്പിയസ്. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന്റെ പ്രവർത്തനം പ്രകാശം കടത്തിവിട്ട് റെറ്റിനയിൽ പ്രതിബിംബം ഉണ്ടാക്കുക. ശരീരത്തിൽ ആന്റിബോഡികൾ നിർമ്മിക്കുന്നത് ലിംഫോസൈറ്റ് ആണ്. ശരീരത്തിലെ അധിക ജലം പുറത്താക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ADH. മനുഷ്യന്റെ ശബ്ദത്തിന്റെ തീവ്രത നിയന്ത്രിക്കുന്നത് ശബ്ദതന്തുക്കൾ. ശരീരത്തിലെ ഏറ്റവും വലിയ മിശ്ര ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസം. ശ്വേത രക്താണുക്കൾ ഏതാനും മണിക്കൂർ. നമ്മുടെ ശരീരത്തില് രക്തത്തിന്റെ ഗ്രൂപ്പ് നിർണയിക്കുന്നത് ആന്റിജനുകളാണ്. ആന്റിജൻ A ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് A, ആന്റിജൻ B ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് B. ശരീരത്തിലെ മരണകോശങ്ങൾ എന്നറിയപ്പെടുന്നത് നഖവും മുടിയും. ശരീരത്തിലെ ഏറ്റവും വലിയ ജീർണഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തത്തിന്റെ അളവ് 5 മുതൽ 6 ലിറ്റർ. രക്തത്തിലെ ദ്രാവക ഭാഗത്തിന്റെ ശതമാനം 55%. ശരീരത്തിലെ ഏറ്റവും വലിയ ശ്വസന അവയവം ശ്വാസകോശം. മനുഷ്യന്റെ കണ്ണിലെ അന്ധബിന്ദു സ്ഥിതി ചെയ്യുന്നത് ഒപ്റ്റിക് ഡിസ്കിലാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. അന്ധബിന്ദു സ്ഥിതി ചെയ്യുന്നതും ഒപ്റ്റിക് ഡിസ്ക്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ. അന്ധബിന്ദുവും പീതബിന്ദുവും നിങ്ങൾക്ക് അറിയായിരിക്കും. കാഴ്ച ഒട്ടും കിട്ടാത്ത ഒരു പോയിന്റാണ് അന്ധബിന്ദു. ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ട് ഇമേജ് കിട്ടുന്നതാണ് പീതബിന്ദു. മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് പറഞ്ഞു. ശരീരത്തിലെ രക്തബാങ്ക് പ്ലീഹ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. നീളം കൂടിയ പേശി സാർട്ടോറിയസ്. ശരീരത്തിലെ ശ്വാസനാളം ട്രക്കിയ. മനുഷ്യന്റെ കണ്ണിൽ വെളിച്ചത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗം ഐറിസ്. ഏറ്റവും വലിയ സംയുക്ത ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപ്പ് സോഡിയം ക്ലോറൈഡ്. ദഹനത്തിന് സഹായിക്കുന്ന ഗ്രന്ഥി അതിലേറ്റവും വലുത് കരൾ. മൂത്രത്തിന്റെ അടിസ്ഥാന ഘടക യൂണിറ്റ് നെഫ്രോൺ. ശരീരത്തിലെ ശബ്ദം കേൾക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഭാഗം കോക്ലിയ.
ഓക്സിജൻ കലർന്ന രക്തം എത്തിക്കുന്ന സിര പൾമണറി സിര. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ B12, സയാനോ കൊബാൾ അമീൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കൊളാജൻ. ശരീരത്തിലെ ആത്മഹത്യാ സഞ്ചി സൂയിസൈഡൽ ബാഗാണ് ലൈസോസൈം. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു കാൽസ്യം, മൂലകം ഓക്സിജൻ. മനുഷ്യന്റെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. കൊഴുപ്പ് ദഹിക്കാൻ സഹായിക്കുന്ന ദ്രാവകം പിത്തരസം. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏറ്റവും വലിയ നാഡീവ്യൂഹം കേന്ദ്ര നാഡീവ്യൂഹം. മനുഷ്യ ശരീരത്തിൽ ഗ്യാസ് എക്സ്ചേഞ്ച് വായുവിനിമയം നടക്കുന്നത് ആൽവിയോള. ശരീരത്തിൽ പ്രോട്ടീന്റെ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ. മനുഷ്യന്റെ കണ്ണിലെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് സ്ക്ലീറ. ശരീരത്തിൽ പ്രോട്ടീന്റെ ദഹനം ആരംഭിക്കുന്നത് പറഞ്ഞു ആമാശയം. ഏറ്റവും വലിയ കോശം അണ്ഡകോശം. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. വലിയ ഗ്രന്ഥി കരൾ. മാസ്റ്റർ ഗ്രന്ഥി പിറ്റ്യൂട്ടറി. ആകെ 206 അസ്ഥികൾ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. രക്തശുദ്ധീകരണ കേന്ദ്രം വൃക്ക. ഓക്സിജൻ കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ. ഏറ്റവും വലിയ രക്തക്കുഴൽ അയർട്ട. ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പിഡിയസ്. ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ്. സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം. ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമം എന്നുള്ളത് ഓർത്താൽ മതി. ഏറ്റവും വലിയ സിര വീനക്കാവ. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിൽ. ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് പീനിയൽ ഗ്രന്ഥി. ഏറ്റവും കഠിനതയുള്ള ഭാഗം ഇനാമൽ. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്ന അവയവം മസ്തിഷ്കമാണ്. ഊർജ നാണയം ATP. ഏറ്റവും വലിയ ലിംഫാറ്റിക് അവയവം പ്ലീഹ. ആത്മഹത്യാ സഞ്ചി ലൈസോസോം. ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. രക്തബാങ്ക് പ്ലീഹ. ഏറ്റവും വലിയ കോശം അണ്ഡകോശം. ശ്വാസവിനിമയം നമ്മൾ ആൽവിയോളയൊക്കെ പറഞ്ഞു. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസം. ശ്വാസവിനിമയം ആൽവിയോളെ. ഏറ്റവും വലിയ ആന്തരാവയവം കരൾ. അപ്പോ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പൊതു അറിവ് എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഓരോ അവയവങ്ങളായിട്ട് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇനി നമ്മൾ ഓരോ അവയവങ്ങളായിട്ട് ചോദ്യങ്ങൾ പഠിക്കുകയാണ്. ആദ്യം ഹൃദയം. ഹൃദയത്തിന്റെ ശരാശരി ഭാഗം 300 ഗ്രാം. ഹൃദയത്തിന്റെ അറകൾ 4. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന പാളി പെരികാർഡിയം. ഹൃദയത്തിന്റെ സ്വാഭാവിക പേസ് മേക്കർ SA നോട്ട്. മനുഷ്യന്റെ സാധാരണ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 72. ഏറ്റവും വലിയ ധമനി അയോർട്ട. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് പൾമണറി ആർട്ടറി. ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് പൾമണറി വെയിൻ, ആർട്ടറി വെയിൻ. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവേ. ഹൃദയത്തിന്റെ പഠനം കാർഡിയോളജി. ഹൃദയരോഗ വിദഗ്ധൻ കാർഡിയോളജിസ്റ്റ്. ഓക്സിജൻ കലർന്ന രക്തം ഹൃദയത്തിന്റെ ഇടത്ത് ഏട്രിയത്തിൽ സ്ഥിതി ചെയ്യും. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവിയാണ് മനുഷ്യൻ. ഹൃദയത്തിന്റെ ചുരുക്കത്തെ അറിയപ്പെടുന്ന പേര് സിസ്റ്റോൾ. ഹൃദയം വികാസിക്കുന്നത് ഡയസ്റ്റോൾ. അതാണ് ഹൃദയത്തിന്റെ വിശ്രമാവസ്ഥ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്പിഗ്മോ മാനോമീറ്റർ. സാധാരണ രക്തസമ്മർദ്ദം 120/80. ഹൃദയമിടിപ്പ് കേൾക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റെത്തസ്കോപ്പ്. ഹൃദയത്തിൽ വൈദ്യുത പ്രവർത്തനം രേഖപ്പെടുന്നത് ECG, ഇലക്ട്രോകാർഡിയോഗ്രാം.
ഇടത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പോകുന്നത് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കാണ്. ഹൃദയത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭിത്തിയുള്ള അറ ഇടത് വെൻട്രിക്കിൾ. ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന സിര വീനക്കാവ. ഏറ്റവും വലിയ സിരയും വീനക്കാവയാണ്. ഹൃദയത്തിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് അയോർട്ട. ഏറ്റവും വലിയ ധമനി അയോർട്ട. ഹൃദയത്തിന്റെ മിടിപ്പ് ആരംഭിക്കുന്നത് എസ് നോഡ്. ഡബ് ശബ്ദമുണ്ടാകുന്നത് ഏത് വാൽവ് അടയുമ്പോഴാണ്? സെമി ലൂണാർ വാൽവ്. ലബ് ശബ്ദമുണ്ടാക്കുന്നത് ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവുകൾ അടയുമ്പോഴാണ്. ഹൃദയത്തിൽ ഓക്സിജൻ ഇല്ലാത്ത രക്തം കാണപ്പെടുന്നത് വലതുഭാഗത്താണ്. ഓക്സിജൻ ഉള്ള രക്തം ഇടത്ത് ആട്രിയത്തിൽ വരും. അവിടുന്ന് ഇടത്ത് വെൻട്രിക്കിളിൽ പോകും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ഹൃദയത്തിന് രക്തം എത്തിക്കുന്ന ധമനികൾ കൊറോണറി ധമനി. ധമനി സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണ ഹൃദയാഘാതം ഉണ്ടാകുന്നത് കൊറോണറി ധമനിയിലെ തടസ്സം മൂലമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥ സ്വയം പ്രേരിത നാഡീവ്യവസ്ഥ. മനുഷ്യ ഹൃദയം ദിവസത്തിൽ ഇടിക്കുന്നത് ഏകദേശം 1,00,000 തവണ. ഹൃദയത്തിലെ ബൈകസ്പിഡ് വാൽവിന്റെ മറ്റൊരു പേരാണ് മൈട്രൽ വാൽവ്. മനുഷ്യ ഹൃദയം നിർമ്മിതമായ പേശി കാർഡിയാക് പേശി. ഹൃദയത്തിന്റെ ഇടത്തെ ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് പൾമണറി സിര. അതായത് പൾമണറി സിര ശുദ്ധരക്തത്തെ കൊണ്ടുവരുന്നു. പൾമണറി ആർട്ടറി അശുദ്ധ രക്തത്തെ കൊണ്ടുപോകുന്നു. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോകുന്ന രക്തം അശുദ്ധ രക്തമാണ്. ഹൃദയത്തിന്റെ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. അത് അശുദ്ധ രക്തമാണ് കൊണ്ടുപോകുന്നത് പൾമണറി ധമനി. മനുഷ്യ ഹൃദയത്തിന്റെ സംരക്ഷക ദ്രാവകം പെരികാർഡിയൽ ഫ്ലൂയിഡ്. ട്രൈകസ്പിഡ് വാൽവ് സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയവും വലത് വെൻട്രിയത്തിനുമിടയിൽ. ബൈകസ്പിഡ് വാൽവ് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിയത്തിനും ഇടയിൽ. മനുഷ്യ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ധാതു പൊട്ടാസ്യം. ഹൃദയത്തിന്റെ ആദ്യ ശബ്ദമാണ് ലബ് ശബ്ദം. അതായത് ട്രൈകസ്പിഡ് വാൽവോ ബൈകസ്പിഡ് വാൽവോ അടയുന്ന ശബ്ദം. അടുത്തത് മസ്തിഷ്കം. ഹൃദയത്തിന്റെ ഏകദേശം 50 ചോദ്യങ്ങൾ പഠിച്ചു. മസ്തിഷ്കം മനുഷ്യ ശരീരത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. ശരാശരി ഭാരം 1.4 കിലോഗ്രാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം. ശ്വാസോച്ഛ്വാസം ഹൃദയവിടിപ്പ് നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മസ്തിഷ്കം പൊതിഞ്ഞിരിക്കുന്ന പാളി മെനിഞ്ചസ്. ഏറ്റവും വലിയ നാഡീകോശം ന്യൂറോൺ. ശരീരത്തിലെ സ്വമേധയാ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രം. ജൈവഘടികാരം നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥി. താപനില നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിലെ സംരക്ഷണ ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടത് സെറിബ്രം. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന് രൂപപ്പെടുന്ന വ്യവസ്ഥ കേന്ദ്ര നാഡീ വ്യവസ്ഥ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം സുഷുമ്ന. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്നത് ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിന്റെ വലതുഭാഗം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും ഇടതുഭാഗം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുഭാഗത്തെയും. കേൾവിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ടെമ്പറൽ ലോബ്. കാഴ്ചയുടെ കേന്ദ്രം ഓക്സിപിറ്റൽ ലോബ്.
മനുഷ്യന്റെ ബുദ്ധിശക്തി പ്രധാനമായും ബന്ധപ്പെട്ടത് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും സെറിബ്രം. സെറിബ്രത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന ചോദിക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. അതുപോലെ തന്നെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിശക്തിയുമായി ബന്ധപ്പെട്ട ഭാഗം. സന്തുലിതാവസ്ഥ പേശികളുടെ ഏകോപനം സെറിബെല്ലം, ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടും. തുമ്മൽ, ചുമ, ഛർദി ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അതുകൊണ്ടാണ് തലയ്ക്ക് ക്ഷതമേൽക്കുമ്പോൾ ഛർദിലുണ്ടാവുന്നത്. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡികൾ 12 ജോഡി. സുഷുമ്നയിൽ നിന്ന് 31 ജോഡി. ചിന്താശേഷി, ഓർമ്മ, ബുദ്ധി സെറിബ്രം. ഉറക്കം നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. അത് സ്രവിക്കുന്ന ഗ്രന്ഥി പിനിയൽ ഗ്രന്ഥി. ജൈവഘടികാരമാണ് പിനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിലെ ചാരനിറത്തിലുള്ള ഭാഗം ഗ്രേ മാറ്റർ. നാഡീകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കൊഴുപ്പുപാളി മൈലിൻ ഷീത്ത്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ ഉദാഹരണം ചൂടുവസ്തുവിൽ തൊട്ടാൽ പെട്ടെന്ന് കൈവലിക്കുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി സയാറ്റിക് നാഡി. കാഴ്ചയുമായി ബന്ധപ്പെട്ടത് ഒപ്റ്റിക് നാഡി. മണത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഓൾഫാക്ടറി നാഡി. കേൾവിയുമായി ബന്ധപ്പെട്ടത് ഓഡിറ്ററി നാഡി. നാഡീകോശത്തിന്റെ സന്ദേശം കൈമാറുന്ന നീളം കൂടിയ ഭാഗം ആക്സോൺ. നാഡീകോശത്തിന്റെ ശാഖകളുള്ള ഭാഗം ഡെൻഡ്രോൺ. 2 ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധസ്ഥലം അറിയപ്പെടുന്ന പേര് സിനാപ്സ്. അടുത്തത് രക്തം. ഹൃദയമായി, മസ്തിഷ്കമായി രക്തം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിൽ 2 വൃക്കകളുണ്ട്. ഇത് രക്തമല്ല, വൃക്കയാ. രക്തത്തെ കുറിച്ച് അടുത്ത പോർഷനാണ്. വൃക്കയുടെ പ്രവർത്തന യൂണിറ്റ് നെഫ്രോൺ. മൂത്രം നിർമ്മിക്കപ്പെടുന്നത് വൃക്കയിലാണ്. വൃക്കയുടെ ആകൃതി ബീൻസിന്റെ ആകൃതിയാണ്, പയറിന്റെ. മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രാശയത്തിലേക്ക് കൊണ്ടുപോകുന്നത് യുറിറ്റർ. ശരീരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് യുറിത്ര. വൃക്കയിൽ രൂപപ്പെടുന്ന മാലിന്യ പദാർത്ഥം യൂറിയ. യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാകാൻ കാരണമായ വർണ്ണകം യൂറോക്രോം. ജലസന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന അവയവം വൃക്കയാണ്. വൃക്കയുടെ പുറം ഭാഗം കോർട്ടക്സ് എന്നറിയപ്പെടുന്നു. ഉൾഭാഗം മെഡുല്ല എന്നറിയപ്പെടുന്നു. നെഫ്രോണിലെ അരിച്ചെടുക്കൽ നടക്കുന്ന ഭാഗം ബൊമാൻസ് ക്യാപ്സ്യൂൾ. വൃക്കയിലേക്കുള്ള രക്തം എത്തിക്കുന്ന ധമനി റീനൽ ആർട്ടറി. വൃക്കയിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ. ശ്രദ്ധിച്ചോണം. വൃക്കയുടെ പ്രധാന പ്രവർത്തനം രക്തശുദ്ധീകരണം. ശരീരത്തിലെ അധിക ലവണങ്ങളും ജലവും പുറത്താക്കുന്ന അവയവം വൃക്കയാണ്. കൃത്രിമ വൃക്ക ഉപയോഗിക്കുന്ന ചികിത്സ ഡയാലിസിസ്. മൂത്രാശയത്തിന്റെ പ്രവർത്തനം മൂത്രം സംഭരിച്ചു വെക്കുക. അടുത്തതാണ് രക്തം. മനുഷ്യ ശരീരത്തിലെ ദ്രാവക സംയോജക കലയെ വിളിക്കുന്ന പേരാണ് രക്തം. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ വഹിക്കുന്ന രക്തത്തിലെ ഘടകം RBC. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നത് WBC. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം അസ്ഥിമജ്ജയിൽ നടക്കുന്നു. ശരാശരി ആയുസ് 120 ദിവസം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. സാർവത്രിക ദാതാവ് O-, സാർവത്രിക സ്വീകർത്താവ് AB+. രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റീനർ. രക്തത്തിന്റെ pH മൂല്യം 7.4. മനുഷ്യ ശരീരത്തിലുള്ള രക്തം 5 മുതൽ 6 ലിറ്റർ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനമുള്ള ഘടകം പ്ലാസ്മ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത്
ഇൻസുലിൻ. ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനം, രോഗപ്രതിരോധം. ദ്രാവക ഭാഗത്തിന്റെ ശതമാനം 55. രക്തത്തിലെ ദ്രാവക ഭാഗം അതാണ് 55%. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. രക്തത്തിൽ ഓക്സിജൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ സയാനോസിസ്. ഇനിയും പല്ലുകൾ. ഓരോ അവയവമായിട്ടും നമ്മൾ പഠിച്ചു. മനുഷ്യ ശരീരത്തിന്റെ പൊതു അറിവും പഠിച്ചു. ഈ വീഡിയോ പൂർണ്ണമായി കഴിയുമ്പോൾ 5 മാർക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. അതാണ് എന്റെ ലക്ഷ്യം. മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ 32, പാൽപ്പല്ലുകൾ 20. ഏറ്റവും കാഠിന്യമുള്ള ഭാഗം പല്ലിന്റെ ഇനാമൽ. പല്ലിന്റെ പുറം പാളിയാണ് ഇനാമൽ. ഉള്ളിലുള്ള ഭാഗം പൾപ്പ്. ഭക്ഷണം മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഇൻസിസേഴ്സ്. ഭക്ഷണം കടിച്ചു കീറാൻ സഹായിക്കുന്നത് കനൈൻ. കോമ്പല്ല്, ഉളിപ്പല്ല്. ഭക്ഷണം അരയ്ക്കാൻ സഹായിക്കുന്നത് മോളാർ, പ്രീമോളാർ. ഒരു പ്രായപൂർത്തിയായ മനുഷ്യനിൽ കനൈൻ പല്ലുകൾ 4, കോമ്പല്ല് 4, ഇൻസിസേഴ്സ് 8. പല്ലുകളുടെ ചികിത്സാരീതിയെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ ഡെന്റിസ്ട്രി. പല്ല് നശിക്കാൻ കാരണം ബാക്ടീരിയ. പല്ലുകളിൽ ക്ഷയം ഉണ്ടാകുന്നത് സാധാരണ അമിത പഞ്ചസാര മൂലമാണ്. പല്ലിന്റെ മധ്യപാളിയാണ് ഡെന്റൈൻ. പുറത്ത് ഇനാമൽ, അകത്ത് പൾപ്പ്, മധ്യത്തിൽ ഡെന്റൈൻ. പല്ലുകളെ താടിയോട് ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്. ഏറ്റവും അവസാനമായി വളരുന്ന പല്ലാണ് ജ്ഞാനപ്പല്ല്, വിസ്ഡം ടീത്ത്. സാധാരണയായി വരുന്നത് 17 മുതൽ 25 വയസ്സിനുള്ളിൽ. പല്ലുകൾ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നത് കാൽഷ്യം. പല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി. പല്ലുകളിലെ ക്ഷയം തടയാൻ കുടിവെള്ളത്തിൽ ചേർക്കുന്ന വസ്തു ഫ്ലൂറിൻ. ഇനി അസ്ഥി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. നീളം കൂടിയത് ഫീമർ, ചെറിയത് സ്റ്റേപ്പിസ്. ഏറ്റവും ശക്തമായ അസ്ഥി ഫീമറാണ്. അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൺ. അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്. അസ്ഥികളുടെ സന്ധി സ്ഥലത്ത് കാണപ്പെടുന്ന മൃദുവായ ഘടകം കാർട്ടിലേജ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം അസ്ഥിമജ്ജയില്. മനുഷ്യന്റെ വാരിയെല്ലുകൾ 12 ജോഡി. ഏറ്റവും വലിയ സന്ധി മുട്ടുസന്ധി. തലയോട്ടിയിൽ 22 എണ്ണം അസ്ഥികളുണ്ട്. മേരുദണ്ഡത്തിൽ എത്ര കശേരുക്കളുണ്ട്? 33 വെർട്ടിബ്രയില്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന ധാതു കാൽസ്യം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നത് റിക്കറ്റ്സ് അഥവാ കണ ബാധിക്കുന്നത് അസ്ഥികളെ. അസ്ഥികളുടെ പഠനം ഓസ്റ്റിയോളജി. ശരീരത്തിന് ആകൃതി നൽകുന്നത് അസ്ഥിവ്യവസ്ഥ. ഏറ്റവും ചലനശേഷിയുള്ള അസ്ഥി ബോൾ ആൻഡ് സോക്കറ്റ് അസ്ഥി. തോളസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. മുട്ടുസന്ധി ഹിഞ്ച് സന്ധിയാണ്, വിജാഗിരി സന്ധിയാണ്. കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപൈറോസിസ്. ഇനി ഗ്രന്ഥി. ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി പിറ്റ്യൂട്ടറി. വലിയ ഗ്രന്ഥി കരൾ. വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആഗ്നേയാശയം, പാൻക്രിയാസ്. ആപത്കാല ഹോർമോൺ കൊണ്ടുവരുന്നത് അഡ്രിനൽ ഗ്രന്ഥി. ജൈവഘടികാരം പിനിയൽ ഗ്രന്ഥി. മെലാറ്റോണിൻ സ്രവിക്കുന്നത് പിനിയൽ ഗ്രന്ഥി. തൈറോക്സിൻ ഉണ്ടാക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ, വളർച്ചാ ഹോർമോൺ സ്രവിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ആഗ്നേയഗ്രന്ഥി. അയഡിൻ കുറവ് മൂലം ബാധിക്കുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ആഗ്നേയാശയത്തിന്റെ മറ്റൊരു പേരാണ് പാൻക്രിയാസ്. അത് മിശ്രഗ്രന്ഥിയാണ്. വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്രന്ഥി. ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണും തൈറോക്സിനാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ അഡ്രിനാലിൻ. ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ഹോർമോണുകളുടെ പഠനം എൻഡോക്രൈനോളജി. ഇനി നമ്മള് മനുഷ്യ ശരീരത്തിന്റെ പൊതുവറിവ് കഴിഞ്ഞു.
ഇനി കാർഷിക വിളകള്, അവയുടെ സങ്കര ഇനം, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ആദ്യം നെല്ല്. ജ്യോതി, ഉമ, ഐശ്വര്യ, ത്രിവേണി, കാഞ്ചന, PTB സീരീസ്. തെങ്ങ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, കേരഗംഗ, കേരശ്രീ, ഓറഞ്ച് ഡാർഫ്. വാഴ. നേന്ത്രൻ, റോബസ്റ്റ, പാലയംകോടൻ, ഗ്രാൻഡ് നെയിം. കുരുമുളക്. പന്നിയൂർ 1, 2, കരിമുണ്ട, ശുഭകര. റബ്ബർ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. കാപ്പിയും അങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. കശുമാവ്, മടക്കത്തറ, കശുവണ്ടി ഗവേഷണ കേന്ദ്രം ചോദിക്കാറുണ്ട്. ഏലം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രധാന കുരുമുളക് സങ്കര ഇനം പന്നിയൂർ 1. ജ്യോതി ഏത് വിളയുടെ സങ്കര ഇനമാണ്? നെല്ല്. ചന്ദ്രലക്ഷ തെങ്ങ്. ഗ്രാൻഡ് നെയിം ഏത് വിളയുടെ ഇനമാണ്? വാഴ. ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, എങ്കിലും റബ്ബറാണ് RRII വരുന്നത്. കാവേരി കാപ്പി. ഉള്ളാൽ കശുമാവ്. കേരളത്തിലെ പ്രധാന വാഴ ഇനം നേന്ത്രൻ. സുഗുണ മഞ്ഞളാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി തൃശൂർ. CPCRI കാസർഗോഡ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ട്യൂബ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ പട്ടാമ്പി. റൈസ് റിസർച്ച് സ്റ്റേഷൻ മങ്കൊമ്പ്, ആലപ്പുഴ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബീച്ചി. കോഫി റിസർച്ച് സ്റ്റേഷൻ ചൂണ്ടേൽ, വയനാട്, ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറി ടെക്നോളജി കൊച്ചി. CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം. CTCRI ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴങ്ങുവിള. സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം നെല്ല്. സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കാർഷിക സർവകലാശാല മണ്ണുത്തി. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ, വയനാട്. വന ഗവേഷണ കേന്ദ്രം പീച്ചി. CIFT സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, ഫിഷറീസ് ടെക്നോളജി. പട്ടാമ്പി ഗവേഷണ കേന്ദ്രം നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളതാണ് വനം, വനവിഭവം. ഭൂമിയുടെ ശ്വാസകോശമാണ് വനങ്ങൾ. ഇന്ത്യയിലെ വനനയം നിലവിൽ വന്നത് 1952, പുതിയത് 1988. സാമൂഹ്യ വനവൽക്കരണം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ളത് ഇടുക്കി. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. ഭൂമിയുടെ ശ്വാസകോശമാണ് വനങ്ങൾ. ദേശീയ വനനയം, പുതിയ വനനയം, വന സംരക്ഷണ നിയമം 1980. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കി ജില്ല. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. ആദ്യ ഇക്കോ ടൂറിസം തെന്മല. വനങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിച്ച നിയമം വനസംരക്ഷണ നിയമം. സാമൂഹ്യ വനവൽക്കരണം തുടങ്ങിയത് ഗുജറാത്ത്. കേരളത്തിലെ പ്രധാന നിത്യഹരിത വനം സൈലന്റ് വാലി. തേക്ക് പ്രധാനമായും ലഭിക്കുന്ന വനവിഭവം മരമാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം വൈദ്യശാസ്ത്രത്തിലെ. കേരളത്തിലെ ദേവദാരുവാണ് തേക്ക്. വനവിഭവങ്ങളുടെ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗം വനവൽക്കരണം. വന്യജീവി സംരക്ഷണ നിയമം 1972. പ്രധാന കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാർ ടൈഗർ റിസർവ്. ചന്ദനമരം കാണപ്പെടുന്നത് കർണാടക. ഗ്രീൻ ഗോൾഡ് എന്നറിയപ്പെടുന്നത് മുള. വനനശീകരണത്തിന്റെ പ്രധാന ഫലം മണ്ണൊലിപ്പ്. വന സംരക്ഷണ നിയമം മാർച്ച് 21. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. ഏക സിംഹവാലൻ കുരങ്ങ് സംരക്ഷണം സൈലന്റ് വാലി. ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് ആറളം. കേരളത്തിലെ പക്ഷി പാതാളം തട്ടേക്കാട്.
ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ. കേരളത്തിലെ ഏക മരുഭൂമി ദേശീയോദ്യാനം ചിന്നാർ മഴനിഴൽ പ്രദേശം. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് മംഗളവനം ബേർഡ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരത്തിൽ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മല. കേരളത്തിന്റെ ഊട്ടി നെല്ലിയാമ്പതി. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂർ. വനങ്ങളുടെ രാജാവ് തേക്ക്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. എലിഫന്റ് കോറിഡോർ എന്നറിയപ്പെടുന്നത് വയനാട്. കേരളത്തിലെ വനമേഖലയിൽ ഏറ്റവും കൂടുതലുള്ള വൃക്ഷം തേക്കാണ്. ഗ്രീൻ ലങ്സ് ഓഫ് കേരള സൈലന്റ് വാലി. കേരളത്തിലെ പ്രധാനപ്പെട്ട മാൻ സങ്കേതം ചിന്നാർ. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്. വനസംരക്ഷണം മാർച്ച് 21. വനനശീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഭവം മണ്ണ്. ഇനി ഫൈനൽ പോർഷനാണ് പരിസ്ഥിതി. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും ചേർന്നുള്ളതാണ് പരിസ്ഥിതി. പരിസ്ഥിതി പഠനം ഇക്കോളജി. പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹേണസ്റ്റ് ഹെക്കൽ. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണം കാർബൺ ഡയോക്സൈഡ്. ഭൂമിയുടെ താപനില ഉയരുന്നത് ആഗോളതാപനം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത് CFC. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ. അമ്ലമഴയ്ക്ക് കാരണം SO2-ഉം NO2-ഉം. ജലമലിനീകരണത്തിന്റെ കാരണം ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ശബ്ദമലിനീകരണം അളക്കുന്നത് ഡെസിബൽ. ചിപ്കോ പ്രസ്ഥാനം വനം സംരക്ഷണം. ബന്ധപ്പെട്ട വ്യക്തി സുന്ദർലാൽ ബഹുഗുണ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഭൂമി ദിനം ഏപ്രിൽ 22. ജൈവവൈവിധ്യ ദിനം ബയോഡൈവേഴ്സിറ്റി ഡേ മെയ് 22. ഓരോ തീയതി ഓർക്കുക, ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. ഹരിതഗ്രഹം ഭൂമി. മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണം വനനശീകരണം. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പുനരുപയോഗം. പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ വന്നത് 1986. സൈലന്റ് വാലി വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിതഗ്രഹവാതകമല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ നൈട്രജൻ. ഭൂമിയെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഓസോൺ പാളി. ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. ജൈവമായി നശിക്കാത്ത മാലിന്യം പ്ലാസ്റ്റിക്. പരിസ്ഥിതി സൗഹൃദ ഇന്ധനം CNG. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കഴ്സൺ. ജൈവവൈവിധ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് വനനശീകരണം. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ്. ഗ്രീൻ പീസ് ബന്ധപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം. സൗരോർജം പുനരുപയോഗിക്കാവുന്ന ഊർജം റിന്യൂവബിൾ സോഴ്സ്. കാറ്റിൽ നിന്ന് ലഭിക്കുന്ന ഊർജം കാറ്റോർജം വിൻഡ് എനർജി. ഗ്ലോബൽ വാർമിംഗ് മൂലം ഏറ്റവും കൂടുതൽ ഉരുകുന്നത് ഹിമാനികളാണ്. ജലമലിനീകരണം ബാധിക്കുന്നത് ജലജീവികളെ. പ്ലാസ്റ്റിക് നിരോധനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഭോപ്പാൽ ദുരന്തം വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ അത് നയിച്ചതാണ്. മലിനീകരണം നിയന്ത്രിക്കാൻ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് കാറ്റലിറ്റിക് കൺവെർട്ടർ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖല കാലാവസ്ഥ മേഖല. അങ്ങനെ 4 ചാപ്റ്ററും അതിൽ നിന്നായിട്ട് ഏകദേശം 500ഓളം വരുന്ന ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത ദിവസം നമുക്ക് പൊതുജനാരോഗ്യവുമായി വീണ്ടും കാണാം. ബൈ ബൈ.